ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സിയോൻ സഞ്ചാരി ആത്മീയ കൂട്ടായ്മ നടത്തിയ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണിന്ന്. വനിതകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ശുഭ മനു, മുംബൈ. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിശേഷ വസ്തുക്കൾ സമ്മാനമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം: റിബേക്കയുടെ അമ്മയ്ക്ക്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 53 വാക്യം. അടുത്ത ചോദ്യം: യഹോവയുടെ ദാനം ആരാണ്? ഉത്തരം: ബുദ്ധിയുള്ള ഭാര്യ. സദൃശവാക്യം 19 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം: ആളയച്ചു വരുത്തുവിനെന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്, ആരെയാണ്? ഉത്തരം: പ്രവാചകനായ ഇരമ്യാവാണ് ആഹ്വാനം ചെയ്തത് സാമർത്ഥ്യമുള്ള സ്ത്രീകളെ. ഇരമ്യാവിൻ്റെ പ്രവചനം 9 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: ആരുടെ വാളാണ് സഹോദരിമാർക്ക് തലമുറകളില്ലാതെ ആക്കിയത്? ഉത്തരം: ആഗാഗിൻ്റെ. 1 ശമൂവേൽ 15 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം: ഭിക്ഷ ചോദിച്ചത് അറപ്പായിരുന്നു, ആർക്കാണ്? ഉത്തരം: ഇയ്യോബിൻ്റെ ഉടപ്പിറന്നവൾക്ക്. ഇയ്യോബിൻ്റെ പുസ്തകം 19 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം: ആദ്യമായി പുത്ര സൗഭാഗ്യത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ച സ്ത്രീ ആരാണ്? ഉത്തരം: ഹാഗർ. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം: നയത്തോടെയും ധൈര്യത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ച സ്ത്രീ ആരാണ്? ഉത്തരം: അബീഗയിൽ. 1 ശമൂവേൽ 25 അധ്യായം. അടുത്ത ചോദ്യം: അപ്പൻ്റെ വാഗ്ദാന പ്രകാരം വിവാഹത്തിന് സമ്മതയായ മകൾ ആരാണ്? ഉത്തരം: അക്സ. യോശുവയുടെ പുസ്തകം 15 അധ്യായം 16, 17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: കുളിക്കടവിൽ വെച്ച് ആർദ്രത തോന്നിയത് ആർക്കാണ്, ആരോടാണ്? ഉത്തരം: ഫറവോന്റെ പുത്രിക്ക് പൈതലായ മോശയോട്. പുറപ്പാട് പുസ്തകം 2 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം: ശൂനേംകാരത്തി എലീശയ്ക്ക് പണിത മാളിക മുറിയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും. 2 രാജാക്കന്മാർ 4 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം: മൊർദെഖായി ദിവസം പ്രതി അന്തഃപുരത്തിന്റെ മുറ്റത്തിന് മുൻപാകെ നടന്നുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു? ഉത്തരം: എസ്തേറിന്റെ സുഖവർത്തമാനവും അവൾക്ക് എന്താകുമെന്നുള്ളതും അറിയേണ്ടതിന്. എസ്തേറിന്റെ പുസ്തകം 2 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം: പള്ളിപ്രമാണിയുടെ മകളെ സൗഖ്യമാക്കിയതിനു ശേഷം അമ്മയപ്പന്മാരോട് യേശു എന്താണ് കൽപ്പിച്ചത്? ഉത്തരം: ഭക്ഷണം കൊടുപ്പാൻ. ലൂക്കോസിന്റെ സുവിശേഷം 8 അധ്യായം 49, 55 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സൂര്യനെ അണിഞ്ഞ സ്ത്രീക്ക് എത്ര ദിവസം പോറ്റാനുള്ള സ്ഥലമാണ് ദൈവം ഒരുക്കിയിരുന്നത്? ഉത്തരം: 1260 ദിവസം. വെളിപ്പാട് പുസ്തകം 12 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം: കന്യകയും മണവാട്ടിയും മറക്കാത്തത് എന്താണ്? ഉത്തരം: കന്യക മറക്കാത്തത് ആഭരണവും മണവാട്ടി മറക്കാത്തത് അരക്കച്ചയും. യിരെമ്യാവിന്റെ പ്രവചനം 2 അധ്യായം 32 വാക്യം. അടുത്ത ചോദ്യം:
നിലത്തോളം തല താഴ്ത്തുന്നത് ആരാണ്? ഉത്തരം യെരൂശലേം കന്യകമാർ. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം, സ്വർഗരാജ്യം എന്തിനോടാണ് സദൃശ്യം? ഉത്തരം സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ഫറവോന്റെ അരമനയിൽ പോകേണ്ടി വന്ന സ്ത്രീ ആരാണ്? ഉത്തരം സാറ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പാതിരാത്രിയിൽ ഞെട്ടിത്തിരിഞ്ഞവൻ കണ്ടത് എന്താണ്? ഉത്തരം തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല എങ്കിൽ അത് ആരുടെ മുഖമാണ്? ഉത്തരം ഹന്നയുടെ. 1 ശമൂവേൽ 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആണ്ടുതോറും ഇസ്രായേലിലെ കന്യകമാർ എത്ര ദിവസമാണ് ഗിലെയാദ്യനായ യിഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ പോകുന്നത്? ഉത്തരം 4 ദിവസം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 40-ാം വാക്യം. അടുത്ത ചോദ്യം, ബോവസിന്റെ അമ്മയുടെ പേര് എന്താണ്? ഉത്തരം രാഹാബ്. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം, ലെപ്പിദോത്തിന്റെ ഭാര്യയായ ഇസ്രായേലിന്റെ പ്രവാചകി ആരാണ്? ഉത്തരം ദെബോര. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം, ശൗലിന്റെ മൂത്ത മകളുടെ പേര് എന്താണ്? ഉത്തരം മേരബ്. 1 ശമൂവേൽ 14-ാം അധ്യായം 49-ാമത്തെ വാക്യം.